சொல்வா நான் வரவா வரவா உன்னை துரத்தி வரவா நீ விதைச்ச வழிய உனக்கு திருப்பி தரவா நான் வரவா வரவா உன்னை துரத்தி வரவா நீ விதைச்ச வழிய உனக்கு திருப்பி தரவா நான் வரவா வரவா உன்னை துரத்தி வரவா நீ விதைச்ச வழிய உனக்கு திருப்பி தரவா நான் வரவா வரவா உன்னை துரத்தி வரவா நீ விதைச்ச வழிய உனக்கு திருப்பி தரவா. എന്നിട്ട് എന്നോട് യൂണോ വരും ഗൈസ്. യൂണോ വന്ന് അവിടെയുള്ള എല്ലാ എൽഫുകളെയും ഒറ്റയടിക്ക് ഞാൻ അടിച്ച് തീർക്കും. ഐ മീൻ ഏകദേശം 2-3 ഷോട്ട്സോടെ തന്നെ അടിച്ചിറക്കും. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവും. കാരണം ഇത്ര പവർഫുള്ളായിട്ടുള്ളൊരു മാജിക്കൽ നൈറ്റോ ഇത്ര എൽഫിനെ ഒരുമിച്ച് അടിച്ചിടാൻ പറ്റുന്നത് അത് ഫലമേറിയോണ് സിസും മാത്രമേ അവർ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ചാർമി യൂണോ അടുത്തേക്ക് പോകും. യൂണോ അടുത്തേക്ക് പോയിട്ട് പറയും, ഇതാ ഈ ഫുഡ് കഴിച്ചോ, നിൻ്റെ മാജിക്കൽ പവർ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇത് കഴിച്ച പാടെ യൂണോയ്ക്ക് മനസ്സിലായി അവൻ്റെ മാജിക്കൽ എനർജി എല്ലാം തിരിച്ചു വരുന്നു. അതിന് ശേഷം യൂണോ ചോദിക്കും ആസ്തയൊക്കെ എന്ത് ചെയ്യുന്നത്. അതിന് ചാർമി പറയും, ആസ്ത ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വില്ലൻസായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവൻ പോയിട്ടുണ്ട്, ഞങ്ങളെ ഇവിടെ കൊച്ചു കൊച്ചു ആൾക്കാരെ ഏൽപ്പിച്ചേക്കുക എന്ന് പറഞ്ഞു. അതിന് യൂണോ പറയും, ഓ ആ ഗേറ്റ് ഇപ്പോൾ ക്ലോസ് ആയല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും അവൻ്റെ കഴുത്തിലുള്ള ആ ലോക്കറ്റ് ഒരു പോർട്ടിൽ വീണ്ടും തുറക്കുന്നത്. അതിനകത്തേക്ക് യൂണോ കയറിപ്പോവും. അന്നോട്ടേക്ക് തന്നെ നമ്മുടെ ചാർമി അവൻ്റെ പുറഞ്ഞ് പിടിച്ചകത്ത് കയറും. എന്നിട്ട് നമ്മുടെ ചാർമി യൂണോ സെപ്പറേറ്റ് ആവും. എന്നിട്ട് ചാർമി വന്ന് വീഴുന്നു നമ്മുടെ ആസ്ത അടുത്തേക്ക്. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഓരോന്നിനും പതിയെ രക്ഷപ്പെട്ട് നമ്മുടെ ആസ്തയെ കണ്ടുപിടിക്കും. എന്നിട്ട് പറയും, ആസ്ത ഞാൻ ഇവിടെ ഉണ്ടെന്ന്. ഇത് കേട്ട് ആസ്തയും ഞെട്ടും, ചാർമി നീ എന്ത് കൊടുക്കും ഇവിടെ. അപ്പോൾ ചാർമി പറയും, ഞാൻ യൂണോയുടെ കൂടെ വന്നതാണ്, എന്നിട്ട് എനിക്ക് അറിയില്ല അവനെവിടെ പോയെന്ന്. ഇത് കേട്ട് ആസ്ത ഞെട്ടുമോ യൂണോ ഇവിടെ ഉണ്ടോ എന്ന് പറയും. അങ്ങനെ അതിന് ശേഷം ആ റീലുണ്ടല്ലോ, റീലിനാണെങ്കിൽ നല്ലവണ്ണം ദേഷ്യം വരും. കാരണം റീലിന് എപ്പോഴും നല്ല ഭംഗിയുള്ള സാധനങ്ങൾ വരയ്ക്കാനായിരുന്നു ഇഷ്ടം. പക്ഷേ ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി ഓരോ മോൺസ്റ്റേഴ്സിനെ വരയ്ക്കേണ്ടി വന്നുകൊണ്ട് അവന് നല്ലവണ്ണം ദേഷ്യം വരുന്നു. എന്നിട്ട് അവൻ പറയുന്നത് എല്ലാം നിങ്ങളുടെ തെറ്റാണ്. പക്ഷേ ചാർമി നണ്ട് പറയും, ഏയ് അത് കുഴപ്പമില്ല, നീ ഈ ഫുഡ് കഴി, എന്നിട്ട് നീ റിലാക്സ് ആകും. പക്ഷേ ആ ഫുഡ് എന്ത് ചെയ്യും, അവനെടുത്ത് എറിഞ്ഞിട്ട് ചാർമി അറ്റാക്ക് ചെയ്യും. പക്ഷേ ചാർമി തെറിച്ച് താഴോട്ടേക്ക് വീഴും. ഇത് കണ്ട് ആസ്ത ഉൾപ്പെടെ എല്ലാം ഞെട്ടും. ആസ്ത എന്നിട്ടേക്ക് ഓടിച്ചെല്ലാൻ നോക്കും. പക്ഷെ പെട്ടെന്ന് ചുറ്റുപാടും ഒന്ന് ചില്ലായി. ലൈക്ക് ഒരു പേടി വരക്കാൻ തുടങ്ങി എല്ലാവരെയും ഉള്ളിൽ. പെട്ടെന്ന് അവിടുത്തെ ഓറ മാറാൻ തുടങ്ങി. അവിടെ പതിയെ അനങ്ങാൻ തുടങ്ങി. പിന്നെ അവിടെ നമ്മുടെ ചാർമിയുടെ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ചാർമി ഹാഫ് ഹ്യൂമണും ഹാഫ് ഡാർഫും ആണ് കേട്ടോ. ഈ എൽഫും ഹ്യൂമൻസും പിന്നെ ഡാർഫും എൻ്റെ ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് അവിടെ അതേപോലെ തന്നെ. Bags and leave home, man I got you dethroned. I got enemies all around me, but man I'm in the safe zone. Cause I got friends who hold my back, no I ain't going back. Haters wanna slow my track, but man I'm heading my back. We a tribe, we gon' take you by surprise. We gon' make you fall in line, step aside, this my fight. These ain't fans, brother, this my family for life. These ain't gangs, brother, I got homies by my side. നൻപേ എന്തൻ ബലം, നൻപീടുക്കും പറയും ഞാൻ ഇല്ലേ. അന്വേഷിച്ച് അവിടെ മൊമോസ് അവിടെ നോക്കും. അവിടെ ഡേവിഡ് വീണ് കിടന്നിട്ടുണ്ടെങ്കിലും അവിടെ ആരെയും മൊമോസിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ മൊമോസ് വീണ്ടും ആ സ്ഥലത്ത് ഒരു മാപ്പ് എടുത്ത് നോക്കിയിട്ട് പറയും, ഇവിടെ 3 എൽഫും ഒരു ഹ്യൂമണും ഉണ്ട്. അത് കണ്ട് ആസ്ത പറയും, ഓ അതൊരിക്കലും ശരിയാവത്തില്ല, ആ ഹ്യൂമൺ എന്തായാലും അപകടത്തിലായിരിക്കും, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് ആസ്തയും പിന്നെ മൊമോസയും കൂടെ അങ്ങോട്ടേക്ക് ധൃതി വെച്ച് പോകാൻ തുടങ്ങും. അവിടെയാണെങ്കിൽ നമ്മുടെ യൂണോയും പിന്നെ ലിച്ചും ബാക്കിയുള്ളവരും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരാണെങ്കിൽ അവിടെ നമ്മുടെ യൂണോട് സംസാരിക്കും, ഓ നിന്നെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഞാൻ കുറേ എൽഫ്സിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടായിരുന്നു, പക്ഷേ നീ അവരെക്കാൾ സ്ട്രോങ് ആയതുകൊണ്ട് നീ അവരെ ഡിഫീറ്റ് ചെയ്തു. പക്ഷേ കുഴപ്പമില്ല, നീ സേഫായിട്ട് ഇവിടെ എത്തിയല്ലോ, അത് മതി. അപ്പോൾ നിൻ്റെ ആ സാധനം ഇങ്ങതാ, ആ ലോക്കറ്റ്, അതുകൊണ്ട് ഞങ്ങളുടെ റീഇൻകാർണേഷൻ സ്പെല്ല് കംപ്ലീറ്റ് ആവും. ആണോ എൻ്റെ പൊന്നുമണിങ്ങതാ. ആയിട്ട് യൂണോ പറയും, അത് ഞാൻ അങ്ങ് തരുമായിരുന്നെങ്കിൽ നീ അങ്ങ് എടുക്കാൻ വയ്യായിരുന്നോ എന്ന് പറയും. അതിന് അവരും യൂണയും തമ്മിൽ ഒരു ഫൈറ്റ് സ്റ്റാർട്ടാവും.
அடிக்கிற மண்டை பருவம் சமம் பெற்ற மதிப்பது எங்கள் கூட்டம் முன்னால போக நினைக்கிற எங்களை பின்னால தள்ள நினைச்சாலும் தன்னால சாதிக்கணும்னு நினைக்கிற எங்க கனவுகளை நீங்க அழிச்சாலும் விலகு விலகு நான் விலகு விலகு திரும்ப திரும்ப சும்மா எழுந்து வந்து நிப்போண்டா பச்சல் குத்தாக்க காது மேல ரெண்டு வைப்போண்டா അതിനുശേഷം ആ ലോക്കറ്റ് കിട്ടിയ ആ എൽഫിയോട് നമ്മൾ റിയോ പറയും ഇനി എങ്ങത്താ മമ്മാർക്ക് നമ്മൾ റിങ്ങാണ് സ്പെല്ല് കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറയും. അതിന് എൽഫ് പറയും അതെ നമുക്കിനി എല്ലാവരെയും രക്ഷിക്കാം എന്ന് പറയും. പക്ഷെ അതിലേക്ക് റിയോ കേട്ടും നിനക്കറിയാമല്ലോ ആരെങ്കിലും കള്ളം പറയുകയാണെങ്കിൽ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുമെന്ന്. സത്യം പറ നീ പറയാൻ കള്ളമല്ലേ എല്ലാവരും രക്ഷിക്കുമെന്നുള്ളത്. അത്രയും പറഞ്ഞു കഴിഞ്ഞതും പെട്ടെന്ന് അവൻ്റെ ഉള്ളിൽ വലിയൊരു തുള വീണു. ലൈക്ക് അവനെ പെട്ടെന്നാരോ ഒരു കൈ കുത്തി കിട്ടിയവനെ കൊന്ന പോലെ. അതോടെ ഈ എപ്പിസോഡ് തന്നെ വൈൻഡപ്പ് ആവുന്നു. സോ ഞാൻ ഒരു ദിവസം 2 എപ്പിസോഡിലൊക്കെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാം പറഞ്ഞ പുതിയ ആനിമ എഴുതുന്നു, അതും അപ്ലോഡ് ചെയ്യുന്നു. ബ്ലാക്ക് ക്ലോറും ഒരുമിച്ച് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. സോ അതിന് നിങ്ങളെല്ലാവരും എനിക്ക് നെറ്റ് സപ്പോർട്ട് ചെയ്ത ഇനി മാക്സിമം ഒരു സബ് നമുക്ക് സബ് ഇപ്പം നല്ല ആവശ്യമുണ്ടെങ്കിൽ സബ് കിട്ടിയേ പറ്റും. നമുക്ക് ഏപ്രിൽ കഴിയുന്ന മുമ്പ് 10 to 15K അടിക്കണം. ഉറപ്പായിട്ടും അടിച്ചേ പറ്റൂ. പെട്ടെന്ന് അടിച്ചേ പറ്റുമോ പറഞ്ഞാൽ അടിച്ചേ പറ്റത്തുള്ളൂ. പ്ലീസ് മൈസൂർ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ കുറേ പേര് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറ്റം പറഞ്ഞ് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചോദിച്ചു നിങ്ങൾക്ക് ഇത്രയ്ക്ക് എൻ്റെ ചാനൽ കാണുമ്പോൾ അത്ര വിഷയമാണെങ്കിൽ നിങ്ങൾ കാണണ്ട. നിങ്ങളുടെ കുറ്റം പറച്ചിൽ കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ലാത്തവരാണ് നിങ്ങളെന്നെ കുറ്റം പറയുന്നത്. അത് വിട്ടേക്കെ. ഇവിടെ അത് തന്നെ അലര കമൻറ്റിലും പോയിട്ട് അത് തന്നെ ലൈക്ക് ബ്രോ ലൈക്ക് ഇറ്റ്സ് സോ യു ഐ സപ്പോ. പക്ഷേ ബാക്കിയുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്തില്ലെന്നല്ല ഉദ്ദേശിച്ചത്. സോ എനിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു തന്നോ. സോ ദാറ്റ്സ് ഓൾ. സോ ഞാൻ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നാളെ വീണ്ടും 2 എപ്പിസോഡായിട്ട് കാണാം. സോ ബൈ ബൈ ടാ. പിന്നെ വിൻഡ് ബ്രേക്കർ മറക്കല്ലേ, നമ്മുടെ ചാനലിൽ സെറ്റായിരിക്കും.